ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പം അറൗണ്ട് ഒരു 2 weeks ആയി ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു, ദാറ്റ് ഇസ് വൈ. പിന്നെ സ്റ്റോറേജിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചിട്ട്, പെൻഡ്രൈവ് ആക്ച്വലി എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഇതിനായിട്ടൊരു പെൻഡ്രൈവ് വാങ്ങിച്ചിട്ട് വീഡിയോസ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞാൻ. ദാറ്റ് ഇസ് വൈ ഇത്രയും ലേറ്റ് ആയി പോയത്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം 2-3 ദിവസം ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ, എൻ്റെ റൂമിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് നിന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരാൾ എനിക്കിങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചു, ഗായത്രി ആ ടേബിളിലുള്ള ട്രോഫീസും ആ സാധനങ്ങളൊക്കെ എന്താന്ന് പറയാമോ എന്ന് ചോദിച്ച് എനിക്കിങ്ങനെ കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു. കുറച്ച് പേരിൽ 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐ തോട്ട് ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ ട്രോഫീസിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഐ തോട്ട് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം എൻ്റെ എൻ്റെ ലോവർ പ്രൈമറി തൊട്ട് തുടങ്ങാം. ഞാൻ എനിക്കൊന്ന് 3-ാം ക്ലാസ്സിൽ നമ്മൾ അംഗനവാടിയിൽ പോയില്ലേ, നോർമലി അംഗനവാടിയിൽ, അത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അംഗനവാടിയിലാണ് ഞാൻ പോയത്. ചെല്ലമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് കേട്ടോ എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ടീച്ചർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് സ്കൂളിലൊന്നും പോകുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയുമോ. എനിക്ക് വീട്ടിൽ ഇരിക്കാനായിരുന്നു പണ്ടേ ഇഷ്ടം. അപ്പൊ ഞാൻ അന്നേ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് വീട്ടിൽ ഇരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. എനിക്ക് പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛൻ അവിടെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ, കുന്നിക്കോട് ഗവൺമെന്റ് LPS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പിന്നെ ഞാൻ 4 വരെയും പഠിച്ചത്. അപ്പം അവിടുത്തെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു സ്കൂളാണ് എനിക്കത്. പിന്നെ എന്താ പറയുക, വാഗമരവും ഓടിട്ട സ്കൂളും, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലാസ്സും എല്ലാം ആണ്. അത് കഴിഞ്ഞിട്ട് പേഴ്സണലി എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉള്ള APPMB HSS എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. അപ്പൊ അവിടെ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ അവിടെ വിട്ടില്ല. അച്ഛൻ ഇവിടുന്ന് ഏകദേശം 8-9 കിലോമീറ്റർ അപ്പുറത്തുള്ള സെന്റ് മേരീസിൽ അച്ഛൻ എന്നെ കൊണ്ട് ചേർത്തു. അന്ന് എനിക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛൻ എന്തിനാ എന്നെ അത്രയും ദൂരെ കൊണ്ട് ചേർത്തത്, എന്റെ കൂട്ടുകാരല്ലേ ഇവിടെ അല്ലേ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ എന്നെ. അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് 4-ാം ക്ലാസ് കഴിഞ്ഞ് 5-ാം ക്ലാസ് തൊട്ട് 10 വരെ ഞാൻ പഠിച്ചത് കൊട്ടാരക്കര കിഴക്കേ തെരുവിലുള്ള സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പിന്നെ പഠിച്ചത് കേട്ടോ. അപ്പം അവിടെ പഠിക്കുമ്പം അതൊരു ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളാണ് കേട്ടോ, മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളാണ്. അപ്പം അവിടെ വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ആ സ്കൂൾ. എന്നെ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം നോർമലി ഒരു ഗവൺമെന്റ് സ്കൂളില്, അന്നത്തെ കാലത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു സ്ട്രിക്ട്നെസ് ഒന്നും ഒരു സ്കൂളിലും ഇല്ല. അപ്പം അങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടിയിട്ട് ഇതിനകത്തോട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതായിരുന്നു അവിടെ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ കോലം. നിങ്ങൾക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെന്റെ 10-ാം ക്ലാസ്സിലെ ID കാർഡാണ് കേട്ടോ. ഇതായിരുന്നു ഞാൻ 10G. ഓക്കെ, ഗായത്രി KS 10G. ഇതായിരുന്നു ഞാൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്. ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ വലിയ സ്കൂളാണ്. അങ്ങനെ അവിടെ പഠിക്കുന്നു. അവിടെ പഠിച്ച് പേഴ്സണലി എനിക്ക് സ്കൂളിനോട് നമുക്ക് അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് എവിടേക്കോ ഇപ്പോഴും ഞാൻ മാനസികമായിട്ട് ആ സ്കൂളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ലായിരുന്നു. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വർഷം കഴിയുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആവുകയാണെങ്കിൽ പോലും എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് ആ സ്കൂൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈവൻ ഇപ്പം പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുമല്ലോ, അങ്ങനെയുള്ള കുറെ. അപ്പൊ എനിക്ക് പേഴ്സണലി സ്കൂൾ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയത്തില്ല. സ്കൂൾ നല്ലപോലെ പഠിപ്പിക്കും, എല്ലാം ശരിയാ. പക്ഷെ എവിടേക്കോ ഒരു 100% ആ സ്കൂളിനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഭയങ്കര കലാപരമായിട്ട് ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ഞാൻ ഒപ്പന കളിക്കുമായിരുന്നു, ഞാൻ ലളിതഗാനം പാടുമായിരുന്നു, ദേശഭക്തി ഗാനം പാടുമായിരുന്നു, അതുപോലെ
അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന ഐറ്റംസിനെല്ലാം ഞാൻ വലിഞ്ഞു പിടിച്ച് ചേരുമായിരുന്നു കേട്ടോ. അപ്പം ഇതെനിക്ക് ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, ഇതല്ല, വേറൊരു ട്രോഫി ഉണ്ട് കേട്ടോ. എനിക്ക് അതാണ് എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ട്രോഫി. അപ്പം ആ ട്രോഫി എന്തോ കസേര കളിക്കാൻ കണ്ട് സെന്റ് മേരീസിന് കിട്ടിയതാ. ഇത് ഒപ്പനയ്ക്ക് സെക്കൻഡ് പ്രൈസിന് കിട്ടിയതാണ്. ഇത് അതിന്റെ അടുത്ത വർഷം ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടിയതിന് കിട്ടിയതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു ഫോട്ടോ കാണിക്കാം കേട്ടോ. ഈ ഫോട്ടോ ഞാൻ അല്ലാതെ കൊടുത്തേക്കാം കേട്ടോ. ഇത് കണ്ടോ? ഇത് ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നിടത്തെ ID കാർഡാണ്. ഇത് കണ്ടോ? ഇത് ഏകദേശം 2012-2012-2012-ലുള്ളതാണ് കേട്ടോ. ഇത് 2012-ലുള്ളതാണ്. എത്ര വർഷമായില്ലേ, നമ്മളെങ്ങനെ മാറുന്നെന്ന് ആലോചിച്ചിരുന്നോണം. ഓക്കെ, അപ്പം 10 വരെ ഞാൻ അവിടെ ആയിരുന്നു. 10 കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത്, ഇത് ഞാൻ വേറൊരു കഥയായിട്ട് ചെയ്യാം കേട്ടോ, അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. 10 കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പുനലൂർ ഗവൺമെന്റ് HS എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അത് അന്നത്തെ സമയത്ത് ഈ നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു, എന്താ പറയുന്നത്, അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ എന്റെ പ്രായത്തിലുള്ള പിള്ളേരുടെ സ്വപ്നമായിരുന്നു ഗവൺമെന്റ് HSൽ പോയി പഠിക്കുക എന്നുള്ളത്. കാരണം ഒരു ഡ്രീം സ്കൂളായിരുന്നു. അപ്പം എനിക്ക് അവിടെ തന്നെ പോകണം എന്നുള്ള വാശിയിൽ ഞാൻ അവസാനം അവിടെ തന്നെ എത്തിപ്പെട്ടു. അവിടെ ഞാൻ കൊമേഴ്സ് ആയിരുന്നു കേട്ടോ പഠിച്ചത്. ബാച്ച് വന്നിട്ട് 2015-17 ഞാൻ +1+2 പഠിക്കുന്നത്. അപ്പം എന്റെ മനസ്സിൽ ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരു സ്കൂള് വേറെ ഇല്ല. കാരണം അത്രയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജി തോന്നുന്ന ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഐ ഡെഫിനറ്റ്ലി സേ, എന്താ പറയുന്നത്, ഗവൺമെന്റ് HS എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഓർമ്മകളാണ് അതോട് ചുറ്റിപ്പറ്റി. അപ്പൊ അവിടെയും ഞാൻ ഭയങ്കര സ്റ്റൂഡിയസ് ഒന്നും അല്ലായിരുന്നു. പഠിക്കും, പക്ഷേ അങ്ങനെ ഭയങ്കര ഒരു പുസ്തകപ്പുഴു എന്നുള്ള രീതിയിലൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് വേറെ കുറെ പരിപാടികൾ, ഇതൊക്കെ ട്രോഫീസ് അല്ലേ, പിന്നെ എനിക്ക് കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും എനിക്ക് എടുത്തോണ്ട് വരാൻ വയ്യ പിള്ളേരെ. ഓക്കെ, അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് വഞ്ചിപ്പാട്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് വഞ്ചിപ്പാട്ട് പാടും, ദേശഭക്തി ഗാനം കളിക്കും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ സബ് ജില്ലയിൽ പോവുകയും ജില്ലയിൽ പോവുകയും പോവുകയൊക്കെ ചെയ്യപ്പോ എന്റെ കൂടെ ശില്പ, ഗംഗ, അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെനിക്ക് ഒന്ന് ജില്ലാ ലെവലിൽ നിന്ന് കിട്ടിയ ട്രോഫി. ഇതിന് കൂടെ വേറൊരു ട്രോഫി ഉണ്ട്, അത് കാണുന്നില്ല. പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇതിന്റെ തന്നെ കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ +1+2 ഞാൻ അവിടെ പഠിക്കുന്നു. 2017 ഞാൻ എന്റെ വീടിനടുത്ത് തന്നെയുള്ള അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BA എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സിന് ഞാൻ ചേരുന്നു. ഓക്കെ, അവിടെ 2017-20 ബാച്ച് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ആ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളും കൂടെ ചെന്നാലേ അവിടെ കംപ്ലീറ്റ് ഒരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നൊരു രീതിയിൽ ഒരു കോളേജ് ആവുള്ളായിരുന്നു. അപ്പം ഒരുപാട് കോളേജിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ടാണ് ഞാൻ ആ കോളേജിലോട്ട് ചെന്ന് കയറുന്നത്. അപ്പം ഞാൻ എന്റെ സ്വപ്നങ്ങളിലുള്ളൊരു കോളേജ് അല്ലായിരുന്നു അത് സത്യം തന്നെയാണ്. പക്ഷെ അവിടെ അങ്ങനെ ഓർത്ത് പറയാൻ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു കോളേജാണ്. പിന്നെ ലൈഫില് ഞാൻ ഇപ്പം ഇത്രയും സ്ട്രോങ് ആവാൻ കാരണമായ ഒരു കോളേജാണ്. ഓക്കെ, അപ്പം അവിടെ പഠിക്കുമ്പം ഞാൻ അങ്ങനെ കലാപരമായിട്ട് അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനൊരു സൈലന്റ് ഗേൾ ആയിരുന്നു അവിടെ. അയ്യങ്കാളി കോളേജ് പഠിക്കുമ്പോൾ സൈലന്റ് ഗേൾ ഇൻ ദ സെൻസ് ലൈക്ക് ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാമിനോ ഒരു ഡാൻസ് ആകെ ഞാൻ ഫസ്റ്റ് ഇയറിൽ ചെന്നിട്ട് ഒരു ലളിതഗാനം എന്തോ പാടിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. ഏഷ്യാനെറ്റിന്റെ എന്തോ ഒരു പരിപാടി വന്നപ്പം അങ്ങനെയും കയറി. അല്ലാതെ ഞാനൊരു പാട്ടിനോ ഡാൻസിനോ ഒന്നും ഞാൻ അവിടുത്തെ സ്കൂളിൽ ആ സ്റ്റേജിൽ ഞാൻ കയറിയിട്ടില്ല. ഞാൻ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പൊ അത് പ്രമാണിച്ച് പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ അവിടെ ഞാൻ NSSൽ ആക്റ്റീവ് ആയിരുന്നു. അവിടെ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അധ്യാപകനാണ് തേജസ് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് അവിടെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. അപ്പം ആ സാറ് ഞാൻ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാറാണ്. കാരണം ഒരു അധ്യാപകൻ എത്ര നല്ലൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഇങ്ങനെയും അധ്യാപകരുണ്ട് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് തേജസ് സാറ്. അപ്പം കുറെ നല്ല കാര്യങ്ങളും അതിലുപരി ഒരുപാട് മോശം കാര്യങ്ങളും ഞാൻ അനുഭവിച്ചൊരു കോളേജാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ PGക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ആദ്യം എനിക്ക് കിട്ടിയത് നമ്മുടെ
കൊല്ലം തിരുവനന്തപുരം ബോർഡറിലുള്ള KTCT കോളേജിലെ MA എക്കണോമിക്സിനാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഐ വാസ് ലൈക്ക് എന്താ പറയുന്നത്, എനിക്ക് എയ്ഡഡ് കോളേജിൽ തന്നെ പോകണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പം അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് NSS കോളേജ് ചേർത്തല. NSS കോളേജ് ചേർത്തല എയ്ഡഡ് കോളേജാണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം ഞാൻ അവിടെ ചേരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു. പക്ഷെ അത് എന്താ പറയുന്നത്, ഭയങ്കര ഒരു റൂറൽ ഏരിയയിലാണ് ആ കോളേജ് ഇരിക്കുന്നത്. ലൈക്ക് എന്റെ നാട് അത്യാവശ്യം നല്ല ടൗൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് ഒരുപാട് അങ്ങ് പോകണം. നമ്മള് ആലപ്പുഴയും കഴിഞ്ഞ് ചേർത്തല, എറണാകുളം അടുപ്പിച്ചാണ് NSS കോളേജ് ചേർത്തല എന്ന് പറഞ്ഞ കോളേജ് ഇരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അടുത്ത അലോട്ട്മെന്റിന് എനിക്ക് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പം നല്ല റാങ്കിങ് ഉള്ള, ഇന്ത്യയിൽ തന്നെ 100 ബെസ്റ്റ് കോളേജസിന്റെ ലിസ്റ്റിലൊക്കെയുള്ള ഒരു കോളേജാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്ര നല്ലൊരു കോളേജിലൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പം എന്റെ മനസ്സിലുള്ള കോളേജ് സങ്കല്പങ്ങൾക്കെല്ലാം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പ് മൂർ കോളേജ് എന്റെ ജീവിതത്തിലോട്ട് കയറി വരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഒരു വൈബുള്ള ഒരു കോളേജാണ്. അത് അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഫാക്കൽറ്റി ആയിക്കോട്ടെ, ബിൽഡിങ്സ് ആയിക്കോട്ടെ, എവറിത്തിങ് ടോപ്പ് നോച്ച് ആണ്. അപ്പൊ അവിടെ ചെല്ലുന്നു. എന്റെ ലൈഫില് എന്റെ എല്ലാം അപ്സ് ആൻഡ് അല്ലെന്ന് പറയുന്നത് എന്താ നമ്മൾ അതിന് പറയുന്നത്, ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് ബിഷപ്പ് മൂർ കോളേജ്. അപ്പൊ അവിടെ ചെന്നിട്ടാണ് എനിക്ക് എന്റെ ശില്പേനെയും ആനിനെയും ഒക്കെ കിട്ടിയത്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അവിടുത്തെ എന്റെ ID കാർഡ്, അയ്യോ ഞാൻ നിങ്ങളെ +2 ID കാർഡ് കാണിച്ചില്ല അല്ലേ. ഓക്കെ, ഇതാണ് എന്റെ, നിങ്ങൾ അയ്യോ എനിക്കൊന്ന് നാളൊക്കെയാണ് കാണിക്കാൻ. ഓക്കെ, ഇത് അന്ന് ഞാൻ കുറച്ച് വണ്ണം വെച്ചൊരു തപ്പുട് ലുക്കായിരുന്നടേ, സമ്മതിച്ചടേ. ഓക്കെ, ഇതാണ് ഞാൻ. എനിക്ക് ഞാനാണെന്നല്ല തോന്നില്ല. ഓക്കെ, ഇത് ബിഷപ്പ് മൂറിൽ പഠിക്കുമ്പോൾ അയ്യങ്കാളി കോളേജിലെ ഇതാണ് ബിഷപ്പ് മൂറിൽ പഠിക്കുമ്പോൾ കേട്ടോ. അയ്യങ്കാളി കോളേജിലെ ID കാർഡ് ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. അത് അവർ തിരിച്ചു വാങ്ങിച്ചു അത്. അപ്പം അത് കിട്ടിയില്ല. ഓക്കെ, ഇതാണ് അയ്യങ്കാളി, ഇത് ബിഷപ്പ് മൂറിലെ ഗായത്രി കല്ലുള്ള. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ എന്ത് പറഞ്ഞായിരുന്നു ഇതെല്ലാം തുടങ്ങി, ഇത് ഷെൽഫിലിരിക്കുന്ന സാധനങ്ങൾ കാണിക്കണേ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ കാണിച്ചത് എന്താ, എനിക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രി വരെ, ഡിഗ്രിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് +2 വരെ ഉള്ളത്. പിന്നെ PGക്ക് എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ PGക്ക് ഇതുപോലെ റാങ്ക് കിട്ടിയപ്പം ഇത് ആരായിരുന്നു കൊണ്ടു തന്നത്, ഇത് CPIM കുന്നിക്കോട് ഏരിയ കമ്മിറ്റി വക അവരെനിക്ക് കൊണ്ടു തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് ഇതൊക്കെ ആയിരിക്കും ആൾക്കാർ ഉദ്ദേശിച്ചതൊക്കെ എന്താണ്. ഓക്കെ, ഇത് DYFI കുന്നിക്കോട് മേഖലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടു തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രോഫി ഇതാണ് കേട്ടോ. ഇതും റാങ്ക് കിട്ടിയതിന് ആവണേശ്വരം സർവീസ് സഹകരണ ബാങ്കുകാർ തന്നെയാണ് കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രോഫി ഇതാണ് എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട്. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കട്ടെ. ഇത് CPIM പുളിമുക്ക് ബ്രാഞ്ചുകാര് തന്നതാണ്. ഇതും റാങ്ക് കിട്ടിയതിന്റെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന വേറെ പല സാധനങ്ങളുമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഒന്നാമത്തെ സാധനം താണ്ടെ, എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അമത്തിസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, ഇത് എന്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെർഫ്യൂമാണ് ഗൈസ്. ഈ ബോട്ടിലിനെ പറ്റി എന്നോട് ഒരാൾ ചോദിച്ചു, ലുക്ക് സോ ക്യൂട്ട് അല്ലേ, ഭയങ്കര ഒരു രസമുള്ള ബോട്ടിലല്ലേ. ഞാനിത് ഒരു ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇത് ഏതാ പെർഫ്യൂം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂമാണ് കേട്ടോ. എനിക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഐ എം സോറി, എനിക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഇത് ഇതാണ് ആ സാധനം. ഓക്കെ, ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്കിതിന്റെ മണം അലർജി ഉള്ളതുകൊണ്ട് എനിക്കിതിന്റെ മണം 7 അയലത്തൂടെ പോയാൽ ഞാൻ തുമ്മും. പിന്നെ വന്നിട്ട് അവിടെ ഇരുന്ന വൈറ്റ് ബോട്ടിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം എന്റെ കൊളീഗ് എനിക്ക് ബെല്ലാവിറ്റയുടെ ഒരു പെർഫ്യൂം ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഭയങ്കര മണമാണ് കേട്ടോ ആ പെർഫ്യൂമിന്. ദൈവമേ, അടിപൊളി മണമാണ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മണമായിരുന്നു ഇത് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബെല്ലാവിറ്റയുടെ സീരീസിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. ഇതെല്ലാം മിനി പെർഫ്യൂംസ് ആണ്. അപ്പൊ അതിനകത്ത് ബ്ലൂ ഉണ്ടായിരുന്ന, ഹണി ഉണ്ടായിരുന്ന, മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ഇത് പക്ഷെ ഭയങ്കര
എന്താ പറയുന്നത്, ഇത് ഇന്ന് അടിച്ച് നമ്മൾ തുണി അടിച്ചു കഴിയാൽ പോലും ആ തുണിയിൽ നിന്ന് ആ മണം പോകത്തില്ല, അത്രയ്ക്കൊരു മണമാണ് ഗായ്സ് ഇത്. ഓക്കെ, അപ്പൊ ഇത് സ്ട്രോങ് മണമാണ് കേട്ടോ. ഇത് അതാണ് ഈ വൈറ്റ് ബോട്ടിൽ, ബെല്ല വീറ്റയുടെ ഒരു സ്മോൾ പെർഫ്യൂമാണ്. പിന്നെ ആരോട് ചോദിച്ചു ഇത് ഏത് പിടിക്ക് തരുന്ന റെഡ് കളർ ക്യാൻഡിൽ, ഇത് പെർഫ്യൂംഡ് ക്യാൻഡിൽ ഒന്നും ആണോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എന്റെ സ്നേഹനദിയായ ചേട്ടൻ സ്നേഹനദിയായ ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തപ്പോ അതിനകത്തുള്ള സാധനമാണ്. അപ്പൊ ഇവളിത് യൂസ് ചെയ്തൊന്നുമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു എസ്തെറ്റിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കത്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ പെർഫ്യൂംഡ് ക്യാൻഡിൽസിന്റെ ഒന്നും ആളല്ല, ഞാൻ ഇതിലത് വാങ്ങിച്ചിട്ടുമില്ല. ഐ ഡോണ്ട് നോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഇതും പെർഫ്യൂമാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ആ ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മണ്ടയിലത്തെ സാധനം കണ്ടോ, ഇത് മണ്ടയിലത്തെ സാധനം പോയി. ഇത് അത്യാവശ്യം നല്ല വിലയുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇത്. പക്ഷെ പ്രൈസ് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല പ്രൈസുള്ള പെർഫ്യൂമാണിത്. പക്ഷേ തീർന്നു, അടിയുടെ കൂടുതലുണ്ട്, ഇത് തീർന്നു. ഇത് ലേഡി പ്രസിഡന്റ്, അതിനത് വേറെന്തോ പറയുമല്ലോ ഇതിന്, പക്ഷെ ഇതിന്റെ ബ്രാൻഡ് ഒന്നും കാണാനില്ല. ഓക്കെ, ഇതാണ് സാധനം, എംബർ. തമ്പുരാൻ അറിയാം. ഓക്കെ, പിന്നെ നിങ്ങൾ അതിനടുത്ത് ഒരാൾ ചോദിച്ചു, പക്ഷെ ഇത് ആര് കണ്ണ് വെട്ടടെ എന്തുവാടെ, ഇത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുമ്പം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അത് വരും. ഈ റെഡ് വാട്ടർ കണ്ടോ, നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പം കണ്ടോ, പക്ഷെ ഇതിവിടെ ലവ് ആയിരുന്നു, എങ്ങനെയാന്ന് അറിയത്തില്ല, അത് മനസ്സിലായിട്ട്. ഓക്കെ, ഞാൻ വിടുമ്പോ അത് താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, ഇതാണ് ആ സാധനം. ഇത് ചേട്ടൻ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. അവര് ഭയങ്കര ലവ് ബേർഡ്സ്, നമ്മുടെ യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെ ഈ ഫോട്ടോ ചോദിച്ചിട്ട് ഇതെന്റെ ചേച്ചിയുടെ കല്യാണത്തിന്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇത് എന്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ്. എന്റെ ചേച്ചി, എന്റെ സുന്ദരിയായ ചേച്ചിയും ഗായത്രി കല്യാണം. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള 2 തെറ്റാ. ഒന്ന് ഞാനേ ഒരു തെറ്റാ, ഇത് രണ്ടാമത്തെ തെറ്റ്. ഈ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ ഒരുങ്ങി എന്നുള്ളത്, അയ്യോ എനിക്ക് വയ്യ. അപ്പം ചേച്ചിയുടെ കല്യാണത്തിന്റെ ഈ നമ്മുടെ ഫോട്ടോഗ്രാഫി കൊടുത്ത ആൾക്കാര് ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അവരെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഗൈസ് ഇത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ, ഓക്കെ, ഇത് വന്നിട്ട് ഇതും വേറൊരു പെർഫ്യൂമാണ്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ, എനിക്കിതിന്റെ മണം അത്ര പിടിച്ചില്ല. ഇതും അൺലിമിറ്റഡ് റെഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് എനിക്ക് പെർഫ്യൂമുകളൊന്നും പറ്റാറില്ല. എനിക്ക് ആകെ ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ഇതാണ്. ഓക്കെ, എൻഡ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇത് തീർന്നു ഗൈസ്. എനിക്ക് ഇത് എന്താണെങ്കിലും ഞാൻ ഓൺലൈനിൽ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കും. ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു മണം ഞാൻ വേറെ കണ്ടിട്ടില്ല ഗൈസ്. ഇത് എനിക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പെർഫ്യൂമാണ് ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇനി നിങ്ങളത് എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം ഗൈസ്. ഇതൊരു ബോഡി മിസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ബോഡി മിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നല്ല മണമാണ്. ഇതെനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഐഡി കാർഡിനകത്ത് ചേച്ചിയുടെ കേട്ടോ. അത് കാണിച്ച് പിന്നെ എന്നെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടും, അതുകൊണ്ട് വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആ ടേബിളിൽ ഇരുന്ന സാധനങ്ങൾ. ഓക്കെ, ദിസ് ഇസ് എൻ്റെ ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എൻ്റെ അച്ചീവ്മെന്റ്സ് ഇതൊക്കെയായിരുന്നു ഗൈസ്. സോ ഇതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. സോ കീപ് സപ്പോർട്ടിങ് മീ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ. പിന്നെ ഒരു സെക്കൻഡ്, ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയവരുണ്ടല്ലോ, റെഡിയാക്കും ഞാൻ. ഓക്കെ, അപ്പം